ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ ബ്ലോഗർ. ലോ ബഡ്ജറ്റിൽ എങ്ങനെ മികച്ചൊരു പി സി ബിൽഡ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫ്രണ്ട്സ്, എങ്ങനെ ഒരു ലോ ബഡ്ജറ്റിൽ നല്ലൊരു പി സി ബിൽഡ് ചെയ്യാം എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ, അതായത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് പെൻറ്റിയം ഗോൾഡ് ആണ്. അതിൻ്റെ മോഡൽ നമ്പർ G5420 ആണ്. വളരെ മികച്ചൊരു പ്രോസസ്സർ ആണിത്. ഇതതിൻ്റെ ബോക്സാണ്, ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 3.80 GHz ക്ലോക്ക് സ്പീഡ് ഉണ്ട്, 4 MB കേക്കും ഉണ്ട്. ഒരു സ്റ്റുഡൻറ്റിന്, ഒരു ഡിഗ്രി ലെവൽ സ്റ്റുഡൻറ്റിന് വളരെ മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രോസസ്സറാണ് ഇൻ്റൽ പെൻറ്റിയം G5420 ഗോൾഡ്. അതൊരു 8th ജനറേഷൻ പ്രോസസ്സർ കൂടിയാണിത്. വളരെ മികച്ചൊരു പ്രോസസ്സറാണിത്. ഞാൻ ഈ പ്രോസസ്സർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ i3 8th ജനറേഷന് അറൗണ്ട് ഇതിനേക്കാൾ ഒരു 8,000 റുപ്പീസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ i3 8th ജനറേഷനും ഈ ഇൻ്റൽ പെൻറ്റിയം G5420 തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഞാൻ കാണുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സർ നല്ലൊരു വാല്യൂ ഫോർ മണി എന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ പി സി ബിൽഡ് ചെയ്യുമ്പോൾ അസംബ്ലി ചെയ്തിട്ട് തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട സ്പെസിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടാമെന്ന് വെച്ചിട്ട് വളരെ നല്ലൊരു പ്രോസസ്സറാണിത്. ഒരു സ്റ്റുഡൻറ്റിന് ബെസ്റ്റാണ്. അതായത് ഹൈപ്പർ ത്രെഡിങ് ഉണ്ട്, അതുകൊണ്ട് 4 കോറിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. 3.80 GHz ക്ലോക്ക് സ്പീഡ് ഉണ്ട്. പിന്നെ ഇൻബിൽറ്റ് ഗ്രാഫിക്സും ഉണ്ട്. 610 അൾട്രാ HD ഗ്രാഫിക്സ് ആണ് ഗൈസ്. അപ്പോൾ വളരെ മികച്ചൊരു ഗ്രാഫിക്സ് ആണിത്. ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന ഹൈ എൻഡ് ഗെയിമിംഗ് അല്ല, അത്യാവശ്യം നോർമലായിട്ടുള്ള ഗെയിമൊക്കെ വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ കളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരുന്നത്. വളരെ നല്ലൊരു പ്രോസസ്സറാണ്, ഒട്ടും മോശമല്ല. ബെസ്റ്റ് വാല്യൂ ഫോർ മണിയാണ്. ഓൺലി 4,900 റുപ്പീസേ വരുന്നുള്ളൂ. ഫ്രണ്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്ന മദർ ബോർഡ് ECSൻ്റെ ഒരു മദർ ബോർഡാണ്. H310CH5M2 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. നമ്മൾ മദർ ബോർഡ് മേടിക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെച്ച് തുടങ്ങുന്ന മദർ ബോർഡ് മേടിക്കുക. 300 സീരീസ് ആയിരിക്കണം. ഇൻ്റൽ 300 സീരീസ് സോക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു 5,000 ബിലോ ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. 2 RAM സ്ലോട്ട് ഉണ്ട്, ഗ്രാഫിക്സ് കാർഡ് സ്ലോട്ട് ഉണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ്. അതുപോലെ തന്നെ HDMI സപ്പോർട്ടാണ്. മദർ ബോർഡ് മേടിക്കുമ്പോൾ എല്ലാവരും HDMI ഉള്ള ഒരു മദർ ബോർഡ് മേടിക്കാൻ ശ്രമിക്കാം. ഫ്രണ്ട്സ്, ഞാൻ യൂസ് ചെയ്ത റാമിൻ്റെ ബോക്സാണിത്. സിയോണിൻ്റെ റാമാണ് യൂസ് ചെയ്തത്. ഞാൻ 4 GB റാമാണ്. 4 GB റാമെങ്കിലും നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. 2 GB കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ 3 year വാറണ്ടി ഉണ്ട്. 2400 MHz റാമാണിത്. നമ്മുടെ പ്രോസസ്സറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റാമാണ്. 4 GB റാം, DDR4 റാമാണ്. ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് DDR4. അപ്പോൾ എല്ലാവരും DDR4 4 GB 2400 MHz റാം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം ഒരു 4 GB എങ്കിലും വേണം, എന്നാലും നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു ഡുവൽ ചാനൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മദർ ബോർഡിൽ 2 RAM സ്ലോട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 4 GB കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 8 GB RAM ഡുവൽ ചാനൽ കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ 4 GB RAM മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഉപകാരം കൂടിയാണ് അത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആൾട്ടർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് തരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ടൊഷീബേൻ്റെ PC-P300 മോഡലാണ്. 1 TB ഹാർഡ് ഡിസ്ക്കാണിത്. 7200 RPM ഉണ്ട് ഇതിൻ്റെ സ്പീഡ്. ഫ്രണ്ട്സ്, ഞാൻ മേടിച്ചിരിക്കുന്ന എൻ്റെ ക്യാബിനറ്റാണ്, ഐബോളിൻ്റെ ക്യാബിനറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇവിടെ കാണാം ഐബോൾ. ഇത് നമ്മൾ പെൻറ്റിയം പ്രോസസ്സർ മേടിച്ചപ്പോൾ കിട്ടിയ സ്റ്റിക്കറാണ്. അപ്പോൾ ഐബോളിൻ്റെ ആക്സ്റ്റൺ ആണ് ഇതിൻ്റെ മോഡൽ. ആക്സ്റ്റൺ ആണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ക്യാബിനറ്റാണ്. അറൗണ്ട് 2,000 റുപ്പീസേ വരുന്നുള്ളൂ. നല്ലൊരു മികച്ചൊരു ക്യാബിനറ്റാണ്, വാല്യൂ ഫോർ മണിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ SMPS വരുന്നുണ്ട്. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ SMPS മേടിക്കേണ്ട ആവശ്യമില്ല. അറൗണ്ട് ഒരു 400 വാട്ടിൻ്റെ ഒരു SMPS ആണ് വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു SMPS ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3 year വാറണ്ടി തന്നിട്ടുണ്ട് കമ്പനി. അപ്പോൾ നല്ലൊരു കേസ് തന്നെ ആവണം.
പിന്നെ 2 USB പോർട്ട് ഫ്രണ്ടിലുണ്ട്, ബാക്കിൽ 4 പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ DVD റൈറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ അസൂസിൻ്റെ DVD റൈറ്ററാണ് മേടിച്ചിരിക്കുന്നത്. അത് LG ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. അസൂസോ LGയോ മേടിക്കാൻ നോക്കുക. DVD റൈറ്റർ മേടിച്ചില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ DVD യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഓപ്റ്റ് ചെയ്തത്. ഫ്രണ്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്ന മോണിറ്ററാണ് LGയുടെ IPS LED 20 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. ഒരു ഡീസൻറ്റ് മോണിറ്റർ എന്ന് പറയാം. ഒരു HDMI സപ്പോർട്ടാണ് ഉണ്ട് മോണിറ്ററിന്. അറൗണ്ട് 6300 റുപ്പീസ് ആയിട്ടുള്ളൂ. IPS LED ആയതുകൊണ്ട് തന്നെ സൈഡ് വ്യൂ നോക്കുമ്പോഴും പിക്ചർ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. വളരെ നല്ലൊരു മോണിറ്ററാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് LGയുടെ മോണിറ്ററെ മാർക്കറ്റിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 6300 റുപ്പീസ് ആയിട്ടുള്ളൂ. IPS LED മോണിറ്ററാണ്. അതായത് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ കളർ ഡിഫക്റ്റ് ഒന്നും വരാത്ത രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും IPS LED ആയതുകൊണ്ട്. ഫ്രണ്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്ന കീബോർഡും മൗസും ലോജിടെക്കിൻ്റെയാണ്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് രണ്ട് പ്രോഡക്റ്റിനും. പിന്നെ സ്പീക്കേഴ്സ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. സൊനാഷിൻ്റെ സ്പീക്കേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൊനാഷിൻ്റെ വിത്ത് ബൂഫറുള്ള സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിൽ അത് വരുന്നില്ല. സോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഒരു നല്ലൊരു PC ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇനി ഫർദർ അപ്ഡേറ്റ്സിനാണ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.